ഓക്കെ, സോ ഹായ് ആൻഡ് വെൽക്കം ടു ടീമേറ്റ്സ് അക്കാഡമി. എല്ലാവർക്കും ടീമേറ്റ്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമുക്ക് ഓൾറെഡി ഈ മാസം നമുക്ക് ലാസ്റ്റ് മന്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് SBI PO നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പോൾ അന്ന് വരെ നമ്മൾ നമ്മുടെ മറ്റ് പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടർ ആയുള്ള നമ്മുടെ IBPS PO നോട്ടിഫിക്കേഷൻ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. സോ ആ ഒരു കാത്തിരിപ്പിനെല്ലാം അവസാനമായിക്കൊണ്ട് നമ്മുടെ IBPS PO ആൻഡ് SO നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലാസ്റ്റ് ദിവസം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ചധികം മാറ്റങ്ങൾ അതിൻ്റെ എക്സാം പാറ്റേണിലും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ കാര്യം കൂടുതൽ ആൾ നമ്മുടെ IBPS PO ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് SOയുടെയും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളൊക്കെ എക്സാമിൻ്റെ കേസിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ, ഫസ്റ്റ് ഡേറ്റ് നമുക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ജൂലൈ 1 മുതൽ 21 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, രണ്ടിനും സെയിം ആണ് കേട്ടോ. അത് ഈ പറഞ്ഞിട്ട് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ഒക്കെ എന്താണ്, രണ്ട് പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് സിമിലർ ആയിട്ട് സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതുപോലെ നിങ്ങൾക്ക് സെയിം തന്നെയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല, ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് അതുപോലെ സെയിം തന്നെയാണ്. ഓക്കെ, ഏജ് ലിമിറ്റിലൊന്നും വലിയ ചേഞ്ചസ് വരുന്നില്ല. ബട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം, ഈ പറയുന്നോട്ട് SOയുടെ കേസ് വരുമ്പോഴത്തേക്ക് എന്താണ്, സ്പെഷ്യലൈസ്ഡ് പോസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ ഓരോ പോസ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യും, ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. സോ ഇവിടെ വരുമ്പോൾ എന്താണ്, നമുക്ക് ഡേറ്റ് ഒക്കെ നമുക്ക് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, സോ ഈ മാസം 1 മുതൽ എന്താണ് നമുക്ക് 21 വരെ, ജൂലൈ 21 വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പേയ്മെന്റും ആ ഒരു ഡേറ്റ് വരെ ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, അത് നമുക്ക് ഓൺലൈൻ നമ്മുടെ പ്രിലിംസ് എക്സാമിന്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിരിക്കുന്നത് ഈ പറയുന്ന ഓഗസ്റ്റിലാണ്. ഓക്കെ, ഓഗസ്റ്റിലാണ് നമ്മുടെ പ്രിലിംസ് എക്സാമിന്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിരിക്കുന്നത്, ഓഗസ്റ്റിലാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻസിന്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിരിക്കുന്നത് ഒക്ടോബറിലുമാണ്. ഓക്കെ, മെയിൻസിൻ്റെത് ഒക്ടോബറിലുമാണ് വന്നിരിക്കുന്നത്. ഇതേ നമുക്കറിയില്ല, ഇപ്പോൾ പേഴ്സണൽ ടെസ്റ്റ് വരും, അതുപോലെ എന്താണ് ഇന്റർവ്യൂ ഒക്കെ വരുന്നത് ഏകദേശം നവംബർ അല്ലെങ്കിൽ ഡിസംബർ മന്താണ് എന്ത് ചെയ്യുന്നത്, ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഇപ്പോൾ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തേക്കും, നോട്ട് ചെയ്യുക. രണ്ട് പോസ്റ്റുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ രണ്ടിനും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ദെൻ നമുക്ക് വരുമ്പോൾ അറിയാമല്ലോ, പ്രധാനമായിട്ട് നമുക്കറിയാം ഈ പറയുന്ന പോലെ SBIയുടെ നമുക്ക് ഓൾറെഡി സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ വന്നു. പ്രധാനപ്പെട്ട 11 ബാങ്കുകളിലേക്കാണ്, 11 പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുക, നിലവിൽ ഈ പറയുന്ന പോലെ IBPS PO അല്ലെങ്കിൽ നിയമനങ്ങൾ നടക്കുന്നത്. ഓക്കെ, നിയമനം നടക്കുന്ന ഈ 11 ബാങ്കുകളിലേക്കാണ്. ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, അങ്ങനെ ടോട്ടൽ എത്ര ബാങ്കുകൾ നമുക്ക് വരുന്നുണ്ട്, ടോട്ടൽ 11 ബാങ്കുകളാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ടോട്ടൽ എന്ത് ചെയ്യുക, നിയമനങ്ങൾ നടക്കുക. ഓക്കെ, SBI മാത്രം നമുക്കറിയാം സെപ്പറേറ്റ് ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരിക. സോ അതിൻ്റെ ഒരു ബാങ്ക് വൈസ് നമുക്ക് വേക്കൻസീസ് എന്ത് ചെയ്യാം. അപ്പോൾ ഈ വേക്കൻസീസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ ബാങ്കിനെയും സെപ്പറേറ്റ് ആയിട്ട് വേക്കൻസി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ടോട്ടൽ നമുക്ക് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് 6715 വേക്കൻസീസ് ആണ് ടോട്ടൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻ ടോട്ടൽ നമുക്ക് എത്ര വേക്കൻസീസ് ആണ്, 6715 വേക്കൻസീസ് ആണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടോട്ടൽ വേക്കൻസി അത്രയും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 ബാങ്കുകൾ നോക്കുക, ഇന്ത്യൻ ബാങ്ക്, അതുപോലെ തന്നെ യൂക്കോ ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ 3 ബാങ്കുകളിലെയും വേക്കൻസി NR സ്റ്റാറ്റസിലാണ്. അതായത് എന്ത് ചെയ്തിട്ടില്ല, വേക്കൻസീസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ 3 ബാങ്കുകൾ ഒഴികെയുള്ള വേക്കൻസീസ് ആണ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, 6715 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം 3 ബാങ്കുകൾ എന്ത് ചെയ്തിട്ടില്ല, അതിപ്പോൾ നമ്മൾ SOടെ പഠിക്കുമ്പോൾ ഈ 3 ബാങ്കുകളിൽ എന്ത് ചെയ്തിട്ടില്ല, നിലവിൽ അത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നിലവിലപ്പോൾ ഈ 3 ബാങ്കുകളിൽ എന്ത് ചെയ്തിട്ടില്ല, വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ എങ്ങനെ പോലെ നമുക്കൊരു 7000 8000 റേഞ്ചിനകത്ത് നമുക്ക് എന്ത് വരും, ടോട്ടൽ വേക്കൻസീസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതും കൂടെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ 3 ബാങ്കുകൾ കറന്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്തിരിക്കുക, അവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അതും കൂടെ എന്തായാലും ലാസ്റ്റ് ഇയർ നോക്കുമ്പോൾ 5000+ ഒക്കെ നമുക്ക് വന്നത്, അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കറന്റ് നമുക്ക് വന്നിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 2022 ഇത്രയും വേക്കൻസി ഒക്കെ ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, വേക്കൻസീസ് അപ്പോൾ കറന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എത്രയാണ്, 6715 വേക്കൻസീസ് ആണ് കറന്റ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓഫ് കോഴ്സ് അതിലേക്ക് കൂടാനുള്ള സാധ്യത എന്തുണ്ട്, കൂടുതലാണ്. വേക്കൻസി ഉറപ്പായിട്ട് കൂടും അല്ലേ. യെസ്, ആൻഡ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വലിയ കാര്യമൊന്നുമില്ല, നമുക്കറിയാലോ ഒരു എന്താണ് എന്താണ് നമുക്ക് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഡിഗ്രി മാത്രമാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. വേറെ മറ്റു കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, സ്പെസിഫൈ ചെയ്തവിടെ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഡേറ്റ് പറയുന്നുണ്ട്, ഇപ്പോൾ ജൂലൈ 21 നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡേറ്റ് ചെയ്തിരിക്കണം, ഇഷ്യൂ ചെയ്തിരിക്കണം. അതാണ് അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അത് നമുക്കറിയാമല്ലോ, എല്ലാ എക്സാംസിനും അങ്ങനെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആൻഡ് നമുക്കിനി പ്രധാനമായിട്ടും നോക്കേണ്ടത് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ ആണ്. ഓക്കെ, എക്സാമിൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ എക്സാം പാറ്റേൺ നോക്കുമ്പോഴത്തേക്ക് അറിയാം നമുക്ക് എന്താണ്, പ്രിലിംസ് വരുമ്പോഴത്തേക്ക് എന്താണ്, ഇംഗ്ലീഷ്, അതുപോലെ QA ആൻഡ് റീസണിംഗ് ആണ്. നമുക്ക് 3 സെക്ഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടോട്ടൽ നമുക്ക് വരിക അല്ലേ, 3 സെക്ഷൻസ് ആണ്. അതിൽ ഇംഗ്ലീഷിന് ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക് ആയിരിക്കും. ആൻഡ് QAക്ക് 35 ക്വസ്റ്റ്യൻസ് ആൻഡ് ടോട്ടൽ 30 മാർക്സ്. ആൻഡ് റീസണിങ്ങിന് എത്രയാണ്, 35 മാർക്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോട്ടൽ 40 മാർക്സ് ആണ്. അങ്ങനെ ഇൻ ടോട്ടൽ 100 മാർക്സ് ആണ് നിങ്ങൾക്ക് എന്ത് വരിക, ഒബ്ജക്റ്റീവ് ആണ് അല്ലേ, ഒബ്ജക്റ്റീവ് ആണ്. ടോട്ടൽ നിങ്ങൾക്ക് എത്ര മാർക്സ് ആണ് വരിക,
100 മാർക്സ് ആണ്. സെക്ഷണൽ കട്ട് ഓഫ് എന്ത് ചെയ്യും ഉണ്ടായിരിക്കും. ഓക്കെ, സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ എത്രയാണ് 100 മാർക്സ് ആണ് വരിക. ആൻഡ് ദെൻ പ്രധാനമായിട്ടൊരു ചേഞ്ച് വരുന്നത് ഇത്തവണ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഏതിൻ്റെ കേസിലാണ്, മെയിൻസിൻ്റെ കേസിലാണ്. കാരണം നമുക്കറിയാം SBIയുടെ ഒരു പാറ്റേണിലേക്ക് തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ ഡിസ്ക്രിപ്റ്റീവ് ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇംഗ്ലീഷിന് ഓൾറെഡി സെപ്പറേറ്റ് ഇവിടെ 40 മാർക്സ് പറയുമ്പോഴും 40 മാർക്സ് പറയുമെങ്കിലും ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് എന്ത് വരുന്നുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് ടോട്ടൽ എത്രയാണ് 2 ക്വസ്റ്റ്യൻസ് 25 മാർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. സോ ഇംഗ്ലീഷ് ടോട്ടൽ എത്രയാണെന്ന് മാറും, ഇംഗ്ലീഷ് ടോട്ടൽ ഇവിടെ 40 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്, ഇവിടെ വരുമ്പോൾ എത്രയാണ് 25 മാർക്സ് ആണ് വരിക. സോ ഇത്തവണ ഡിസ്ക്രിപ്റ്റീവിന് എന്ത് കൂടുതലാണ്, മാർക്സ് കൂടുതലാണ് അല്ലേ. ഡിസ്ക്രിപ്റ്റീവിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, മാർക്സ് കൂടിയിരിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവിന് മാർക്സ് കൂടുതലാണ്. സോ ടോട്ടൽ ഇംഗ്ലീഷിന് എത്രയാണ് 20, 25, ടോട്ടൽ 40 മാർക്സ്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്താണ്, നമുക്ക് എസ് ആൻഡ് കോംപ്രിഹെൻഷൻ പേപ്പർ സെപ്പറേറ്റ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അതിന് 30 മിനിറ്റ്സ് ടൈം വരുന്നുണ്ട്. 30 മിനിറ്റ്സ് ആണ് ടൈം. ബാക്കി നമുക്ക് റീസണിങ് 40 ക്വസ്റ്റ്യൻസ് ടോട്ടൽ 60 മാർക്സ് ആണ്. 45 മിനിറ്റ് ആണ് ടൈം വരിക. ആൻഡ് ദർ ഈസ് നമ്മുടെ എന്താണ് ആ ബാങ്കിങ് അവയർനെസ് പാർട്ട് നമുക്ക് എത്രയാണ് 50 ക്വസ്റ്റ്യൻസ് 60 മാർക്സ്, ടോട്ടൽ എത്രയാണ് 35 മിനിറ്റ്സ് ആണ്. ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞല്ലോ 40 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ആൻഡ് നമ്മുടെ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എത്രയാണ് 40 ക്വസ്റ്റ്യൻസും ടോട്ടൽ 60 മാർക്കാണ്. 45 മിനിറ്റ്സ് ആണ് ടൈം വരിക. ഓക്കെ, അപ്പോൾ ഒരു ഡിസ്ക്രിപ്റ്റീവിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തേക്കാം, ഒന്ന് നോട്ട് ചെയ്തേക്കാം. നമുക്ക് ഡിസ്ക്രിപ്റ്റീവിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് SBI പിയുടെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, SBI പിയുടെ കേസിൽ ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യാം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേക്കൻസീസിന്റെ കേസ് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യാം. വേക്കൻസീസ് ഇനിയും 3 ബാങ്കുകളിൽ നിന്ന് എന്ത് ചെയ്യാനായിട്ട് വരുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 20 to 30, 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, 20 to 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അത് നമ്മൾ ഈ പറഞ്ഞാൽ 2 എക്സാംസിന് നിങ്ങൾക്ക് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് കേട്ടോ. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് രണ്ടിനും സെയിം തന്നെയാണ്. 30 വയസ്സാണ് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ലിമിറ്റ് വരിക. ഓക്കെ, 30 ഇയേഴ്സ് ആണ് നിങ്ങൾക്ക് മാക്സിമം ഏജ് ലിമിറ്റ് വരിക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തേക്കാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നമ്മുടെ SO പോസ്റ്റിന്റെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ബാക്കിയൊക്കെ സെയിം ആണ്. ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഏജ് ലിമിറ്റ് സെയിം ആണ്. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് വരുന്നത് 20 to 30 തന്നെയാണ്. 20 to 30 തന്നെയാണ് ഏജ് ലിമിറ്റ് വരിക. ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എന്താണ് ഈ പറയുന്ന പോലെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഏത് നോക്കുക, ഈ പറയുന്ന പോലെ പോസ്റ്റുകളാണ്. നമുക്കറിയില്ല സ്പെഷ്യലൈസ്ഡ് പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്യുക റിക്രൂട്ട്മെന്റ് നടക്കുക. അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് പോസ്റ്റുകളിലേക്കാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്താണ് വേക്കൻസീസ് പലരും നോക്കി പറഞ്ഞിട്ട് ഒരു അബണ്ടന്റ് വേക്കൻസീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു സ്പെസിഫിക് ഏജ് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഈ റെസ്പെക്റ്റീവ് പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ 6 പോസ്റ്റുകളിലേക്കാണ് പ്രധാനമായിട്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക, വീണ്ടും ഇവിടെ നിങ്ങൾ വേക്കൻസീസ് നോക്കുമ്പോൾ 3 ബാങ്കുകൾ എന്ത് ചെയ്തിട്ടില്ല, വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് വേക്കൻസീസിൽ ഇനി എന്തുണ്ടാകാം, ചേഞ്ചസ് ഉണ്ടാകാം. ഓക്കെ, വേക്കൻസീസിൽ ഇനി നമുക്ക് ചേഞ്ചസ് ഉണ്ടാകാം. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. അപ്പോൾ IT ഓഫീസർ, അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ, രാജഭാഷാധികാരി എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് പ്രൊമോട്ടർ എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും വരുന്നില്ല. ദെൻ ലോ ഓഫീസർ, HR പേഴ്സണൽ ഓഫീസർ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ, ഇത്രയും പോസ്റ്റാണ് നമുക്ക് വരുന്നത്. ഇതിൽ മാർക്കറ്റിംഗ് ഓഫീസർ നിലവിൽ ഇപ്പോൾ എന്താണ് വേക്കൻസി ഒന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ചധികം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ പേപ്പേഴ്സ് മാറുന്നത് ഞാൻ പറഞ്ഞല്ലോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓരോന്നിനും വ്യത്യസ്തമാണ്. ഓക്കെ, ഓരോന്നിനും ഡിഫറൻറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IT ഓഫീസറിന് പറയുന്നത് എന്താണ്, അവർ 4 ഇയർ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഡിഗ്രിയും കമ്പ്യൂട്ടർ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസറിന് എന്താണ് ആ ഒരു 4 ഇയർ ഡിഗ്രി അഗ്രികൾച്ചറിൽ എന്താണ് കേസുകളും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സോ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് ആ ഒരു ജോബിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ക്വാളിഫിക്കേഷൻസ് പറയുന്ന ഏരിയ നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, നന്നായിട്ട് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ സ്പെസിഫൈ ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഏതെങ്കിലും പോസ്റ്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പായിട്ടും വായിച്ചു നോക്കുക. ഓക്കെ, SO പോസ്റ്റുകളുടെ കേസിൽ ആ ഒരു കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. ആ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ് കേട്ടോ. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ആണ്, വേറെ ഈക്വലൻസിയെ കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. സോ അതുകൊണ്ട് ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യുക, ഈ ക്വാളിഫിക്കേഷൻസ് വെച്ച് തന്നെ പരിശോധിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നമുക്കറിയാം പ്രിലിംസ് വരുമ്പോഴത്തേക്ക് ഇതാണ് ഞാൻ പറഞ്ഞ എക്സാം പാറ്റേണിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞിട്ട് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും കേസിലെല്ലാം SO എക്സാമിന്റെ കേസിൽ നല്ലൊരു മാറ്റം നിലവിൽ വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇത്തവണത്തെ എക്സാമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പ്രിലിംസിന് എന്തില്ലായിരുന്നു, പ്രൊഫഷണൽ നോളജ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് കറന്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മാർക്സിന് ഏതാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞു കേട്ടോ രാജഭാഷാധികാരി വേറെ എക്സാം ആണ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. മറ്റെല്ലാ പോസ്റ്റുകൾക്കുള്ള ഒരു കോമൺ ആ ഒരു പ്രിലിംസ് എക്സാമിൽ നിങ്ങൾ നോക്കുക ഏതാണ് പ്രൊഫഷണൽ നോളജും എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 25 ക്വസ്റ്റ്യൻസ് ആണ് വരിക. 50 മാർക്ക് എന്തിന് ആഡ് ചെയ്തിട്ടുണ്ട്, പ്രൊഫഷണൽ നോളജിനും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. പ്രിലിംസിന്റെ കേസിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് എത്രയാണ്, 50 മാർക്ക് അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് എന്തിന് ആഡ് ചെയ്തിട്ടുണ്ട്, പ്രൊഫഷണൽ നോളജ് പാർട്ടിൽ നിന്നും ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ എല്ലാ പോസ്റ്റുകളിലേക്കുള്ള പ്രിലിംസ് ആണ്. ഒരെണ്ണം ഒഴികെ രാജഭാഷാധികാരി പോസ്റ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം അവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റമേ ഉള്ളൂ, QA ഇല്ല. ഓക്കെ, ക്വാണ്ട് ഇല്ല. ക്വാണ്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് വരും, നിങ്ങൾക്ക് ജനറൽ അവയർനെസ് ആയിരിക്കും വരിക.
അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വരുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, ക്യു എക്ക് പകരം നിങ്ങൾക്ക് അവിടെ ഏതായിരിക്കും, ജനറൽ അവയർനെസ് ആയിരിക്കും നിങ്ങൾക്ക് സെക്ഷൻ ഉണ്ടാവുക. ക്വസ്റ്റ്യൻസിന്റെ എണ്ണമൊക്കെ എന്താണ് 25 ആൻഡ് പ്രൊഫഷണൽ നോളജ് ഇവിടെ എത്ര മാർക്ക് തന്നെയാണ്, 50 മാർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. പ്രൊഫഷണൽ നോളജ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിലിംസിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മെയിൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇവിടെയും ഈ പറഞ്ഞ പുതിയതായിട്ട് എന്ത് ആഡ് ചെയ്തിരിക്കുകയാണ്, ഈ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇവിടെയും എന്ത് ചെയ്തിരിക്കുകയാണ്, ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കല്ല ഡിസ്ക്രിപ്റ്റീവിന്റെ വെയിറ്റേജിലൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം നിലവിൽ നമുക്ക് എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടാതെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും കൂടെ നമുക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, മേ ബി റിലേറ്റഡ് ടു എന്താണ്, ബാങ്കിങ് റിലേറ്റഡ് അഫേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക് റിലേറ്റഡ് അഫേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നമുക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ആഡ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലേക്ക് തന്നെ ഇവിടുത്തെ എക്സാം എന്ത് ചെയ്തിരിക്കുകയാണ്, മാറിയിരിക്കുകയാണ്. ഓക്കെ, മാറിയിരിക്കുകയാണ്. പ്രൊഫഷണൽ നോളജ് പേപ്പർ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട, എന്ത് തന്നെയാണ്, ഒബ്ജക്റ്റീവ് തന്നെയാണ് കേട്ടോ. മെയിൻസ് വരുമ്പോൾ പ്രൊഫഷണൽ നോളജ് നിങ്ങൾക്ക് എന്താണ്, ഒബ്ജക്റ്റീവ് പാർട്ട് തന്നെയാണ്. ദെൻ നമുക്ക് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് വരുന്ന ഏത് പേപ്പർ മാത്രമേ ഉള്ളൂ, ഈ ഒരു ഇംഗ്ലീഷ് പേപ്പർ മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് അത് ഞാൻ പറഞ്ഞല്ലോ, കോമൺ ആയിട്ട് ഈ എക്സാമുകൾക്കെല്ലാം, അതായത് IT ഓഫീസർ, അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ, HRO പേഴ്സണൽ ഓഫീസർ, മാർക്കറ്റിംഗ് ഓഫീസർ, ഇതിനൊക്കെ കോമൺ ആയിട്ട് ഈ ഒരു എക്സാം ആണ് വരിക. ആൻഡ് ദെൻ രാജഭാഷ അധികാരിക്ക് വീണ്ടും നമ്മൾ പറഞ്ഞല്ലോ എന്താണ് വ്യത്യാസം വരിക, വീണ്ടും പ്രധാനമായിട്ട് വ്യത്യാസം വരുന്നത് ഇവിടെ ഒരു പ്രൊഫഷണൽ നോളജ് ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടായിരിക്കും, പ്രൊഫഷണൽ നോളജിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ QAക്ക് പകരം ആര് തന്നെയാണ്, QAക്ക് പകരം ജനറൽ അവയർനെസ് തന്നെയാണ് വരിക. ഓക്കെ, QAക്ക് പകരം ജനറൽ അവയർനെസ് പാർട്ട് തന്നെയാണ് എന്ത് ചെയ്യുക, അവിടെയും വരിക. അതാണ് മെയിൻസിൽ രാജഭാഷ അധികാരിക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട, നമ്മൾ നല്ല ഹിന്ദി ലാംഗ്വേജ് പ്രൊമോട്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ നമുക്ക് വരുന്ന ലോ ഓഫീസർ വരുമ്പോഴത്തേക്ക്, ഓക്കെ, ലോ ഓഫീസർ വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് എന്ത് തന്നെയാണ്, ഈ പറയുന്ന പോലെ എന്താണ്, there is ജനറൽ അവയർനെസ് പാർട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് പാർട്ട് വരുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ നമുക്ക് എന്താണ്, ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനായിട്ട് വരുന്നുണ്ട്. സോ ഇത് രണ്ടുമാണ് നമുക്ക് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, പോസ്റ്റുകളിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, ലോ ഓഫീസറിൻ്റെയാണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പോസ്റ്റുകളിൽ വ്യത്യാസം വരിക. ആൻഡ് ഇതിന്റെ വേക്കൻസീസ് ഞാൻ പറഞ്ഞല്ലോ, വേക്കൻസി പറയുമ്പോൾ ഒരു ശ്രദ്ധിക്കാം, 3 ബാങ്കുകൾ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന പോലെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അല്ലേ, അതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസറിന്റെ ആണ്. ഞാൻ ഓരോ പോസ്റ്റുകളുടെ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞിട്ട് വേക്കൻസീസ് നോക്കാം. ഓക്കെ, ഓരോ പോസ്റ്റുകളുടെ പറയാം, ഞാൻ പറയില്ല അധികം ഒന്നും എന്ത് ചെയ്യുന്നില്ല, വരുന്ന കാര്യങ്ങളൊന്നും ഇല്ല, അറിയാലോ, ലിമിറ്റഡ് ആണ്. ചില ബാങ്കുകളിലൊന്നും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ എന്നുള്ള പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് വരുന്ന വേക്കൻസീസ് എത്രയാണ്, 190 വേക്കൻസീസ് മാത്രമാണ്. പല പല ബാങ്കുകളിലായിട്ട് നമുക്ക് ടോട്ടൽ വരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് 190 വേക്കൻസീസ് ആണ്. ഓക്കെ, 190 വേക്കൻസീസ് ആണ്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ HR അല്ലെങ്കിൽ പേഴ്സണൽ ഓഫീസർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ടോട്ടൽ എത്ര വേക്കൻസീസ് ആണ്, ടോട്ടൽ ഈ പറയുന്ന പോലെ 60 വേക്കൻസീസ് ആണ്. 60 വേക്കൻസി ആണ്. ബാങ്ക് ഓഫ് ബറോഡയും ഏതാണ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ എത്രയാണ്, 60 വേക്കൻസീസ്. ഓക്കെ, ടോട്ടൽ 60 വേക്കൻസീസ് ആണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് മൂവിംഗ് ഓൺ അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണ്, IT ഓഫീസർ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം അത്യാവശ്യം എന്താണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നതാണ്. മിക്ക ബാങ്കുകളിലും എന്തുകൊണ്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് വരുന്ന 301. ഓക്കെ, 301 വേക്കൻസീസ് ആണ് ടോട്ടൽ നമുക്ക് ഏത് വരിക, IT ഓഫീസറിന്റെ കേസിൽ വരിക. ഓക്കെ, 301 വേക്കൻസീസ് ആണ്. ദെൻ നമുക്ക് വരുന്ന ലോ ഓഫീസറിന്റെ വേക്കൻസി വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ടോട്ടൽ എത്രയാണ് വന്നിരിക്കുന്നത്, ടോട്ടൽ 105 വേക്കൻസീസ് ആണ്. ടോട്ടൽ 105 വേക്കൻസീസ് ആണ് ലോ ഓഫീസറിന്റെ പല ബാങ്കുകളിലായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റിംഗ് ഓഫീസറിന് നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, വേക്കൻസീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, മാർക്കറ്റിംഗ് ഓഫീസർ നിലവിൽ ആ പോസ്റ്റ് പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, വേക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ ബാങ്ക്, അതുപോലെ യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഈ 3 ബാങ്കുകളും നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, ഒന്നിനകത്തേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇന്ത്യൻ ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതെന്തായാലും നിങ്ങൾ നോക്കുക. അത് നമ്മൾ പിയുടെ കേസിലും ഈ 3 ബാങ്കുകളിൽ എന്ത് ചെയ്തിട്ടില്ല, വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്ത രാജഭാഷാധികാരി എന്നുള്ള പോസ്റ്റ് വരുമ്പോഴത്തേക്ക് ടോട്ടൽ 89 വേക്കൻസീസ്, ടോട്ടൽ 89 വേക്കൻസീസ് ആണ് വരിക. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ 2 നോട്ടിഫിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് എല്ലാം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, എക്സാം പാറ്റേണിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ദെൻ വേക്കൻസീസ് ഇനിയും ഇൻക്രീസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല, കാരണം 3 ബാങ്കുകൾ നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, NR സ്റ്റേറ്റസിലാണെങ്കിൽ വേക്കൻസീസ് എന്ത് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അല്ലെങ്കിൽ വേക്കൻസീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ അറിയിപ്പുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ത്രൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അത്തരത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇത് റിലേറ്റഡ് കൂടുതൽ ഇൻഫർമേഷൻസും നോട്ടിഫിക്കേഷൻസും ഒക്കെ വരുമ്പോൾ ടൈംലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. സോ ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്.